ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും 2024 മൂന്നാം മോദി സർക്കാർ ഭരണത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ അങ്ങ് കേന്ദ്രത്തിൽ ആരാകും അടുത്ത പ്രധാനമന്ത്രിയാകുന്നത് എന്നതിനെ പറ്റിയുള്ള തർക്കങ്ങൾ പ്രതിപക്ഷത്തിനും BJPക്കും ഇടയിൽ മുറുകുന്നുമുണ്ട്. ജാതി സെൻസസ് മുന്നോട്ട് വെച്ച് പ്രതിപക്ഷം എതിർക്കുമ്പോൾ OBC-കാരനെയും ആദിവാസിയെയും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ജാതി സമവാക്യം നിലനിർത്തുകയാണ് BJP ഭരണകൂടം. മറ്റു പാർട്ടികളിൽ നിന്നും വിഭിന്നമായി കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും BJP ഒരുപടി മുന്നിൽ തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. വ്യക്തമായ അജണ്ടയോടെ അധികാരത്തിലേറിയ BJPയുടെ ഓരോ ചുവടുവെപ്പും അത്രത്തോളം തന്നെ പ്രസക്തമാണ്. പ്രതിപക്ഷം എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും തങ്ങളുടെ അധികാരം പഴയതുപോലെ നിലനിർത്താൻ കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 5 സംസ്ഥാനങ്ങളിലായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് മോദിയെയും BJPയെയും പ്രതിപക്ഷത്തിന് തോൽപ്പിക്കാൻ കഴിയാത്തത് എന്നതിന്റെ വ്യക്തമായ ഉത്തരമാണ് 3 സംസ്ഥാനങ്ങളിലായി BJP മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്ത രീതി. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടത്. അധികാരം ഒരു തലമുറയിൽ മാത്രം നിലനിർത്തി ഭരണം പുതിയ തലമുറയ്ക്ക് കൈമാറാനുള്ള കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് ഇത്തരത്തിലൊരു തകർച്ചയുടെ പ്രധാന കാരണം. മോദിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാനായിരുന്നു ആദ്യം കോൺഗ്രസ് ശ്രമിച്ചത്. പിന്നീട് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തി ഇന്ത്യ മുന്നണി എന്ന പേര് നൽകി BJPക്കെതിരെ പ്രയത്നിച്ചു. എന്നാൽ അവർ തമ്മിൽ വരാൻ പോകുന്ന പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കവും തുടങ്ങി. BJP എന്ന ഈ രാജ്യം ഭരിക്കുന്ന വലിയ പാർട്ടിയുടെ ഒരു തീരുമാനവും മുൻകൂട്ടി അറിയാൻ ഒരു മാധ്യമ പ്രവർത്തനത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയുന്നില്ല. ഓരോ തവണയും നൽകാൻ പോകുന്ന പദവികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളുമായി രംഗത്ത് വരുമെങ്കിലും അവരാരും എത്തിപ്പെടുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച 3 സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് നടന്നത്. BJP മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങളും തീരുമാനങ്ങളും ജനങ്ങൾ ഒന്നോടെ അംഗീകരിക്കുന്നു എന്നതാണ് BJPയുടെ വിജയം തന്നെ. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല എന്നതുകൊണ്ടും അവിടെ തലയെടുപ്പുള്ള നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടും രേവന്ത് റെഡ്ഡി എന്ന മിടുക്കനായ നേതാവിനെ തെലങ്കാനയ്ക്ക് ലഭിച്ചു. ഒരുപക്ഷെ അവിടെ കോൺഗ്രസിന്റെ വേരുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലൊരു വിജയം സാധ്യമാകുമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BJP മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തത് തലയെടുപ്പ് നോക്കിയായിരുന്നില്ല, മറിച്ച് പാർട്ടിയുടെ കൃത്യമായ അജണ്ടയുടെ പുറത്തായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മയുടെ തിരഞ്ഞെടുപ്പ്. വസുന്ധര രാജെ സിന്ധി എന്ന രാജസ്ഥാനിലെ തലയെടുപ്പുള്ള നേതാവിനെ മാറ്റി നിർത്തി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ പോലും എത്താത്ത യാതൊരു ഭരണ പരിചയവുമില്ലാത്ത ഭജൻലാൽ ശർമ്മയെ തിരഞ്ഞെടുത്തതിൽ പല കാരണങ്ങളുമുണ്ട്. രാജസ്ഥാനെ കൈവശം വെച്ച വസുന്ധര രാജെ സിന്ധി പാർട്ടിയേക്കാൾ വളർന്നപ്പോൾ അവരെ നിലയ്ക്ക് നിർത്താനാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇത്തരത്തിൽ അച്ചടക്കമുള്ള നേതാക്കളെയാണ് പാർട്ടി അടുത്ത തലമുറയ്ക്കായി സമർപ്പിക്കുന്നത്. മധ്യപ്രദേശിൽ 4 തവണ വിജയിച്ച BJPയുടെ ശക്തനായ നേതാവ് ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റി നിർത്തി മോഹൻ യാദവിനെ തിരഞ്ഞെടുത്തതും തലയെടുപ്പുള്ളവരിൽ നിന്നും അധികാരം പുതുതലമുറയിലേക്ക് മാറ്റുന്ന അജണ്ടയുടെ ഭാഗം തന്നെ. ഛത്തീസ്ഗഡിലും 59-കാരനായ വിഷ്ണു ഡിയോ സായ് ഛത്തീസ്ഗഡിലെ ആദ്യത്തെ ആദിവാസി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതും ഇതിന്റെ ഭാഗം തന്നെ. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ജാതി സെൻസസിന്റെ പിറകെ പോകുമ്പോൾ OBC-കാരനെയും ആദിവാസിയെയും മുഖ്യമന്ത്രിയാക്കി ജാതി സമവാക്യം നിലനിർത്തിയുള്ള ഭരണത്തിലൂടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുറപ്പിക്കുകയാണ് BJP.